ആരാ? അങ്കിൾ, ഞാനിവിടെ ഈ തിരുവില് പുതിയതായിട്ട് വന്ന താമസക്കാരാണ്. ഞാൻ 10 പാസ്സായി, അപ്പോൾ ലഡ്ഡു തരാൻ വേണ്ടി വന്നതാ. അത് ശരി, 10 പാസ്സായതിന് ലഡ്ഡു ഒക്കെയാണ് തരിക? അല്ല, ഞാൻ തനിക്കൊരു 2 വീട് വെച്ച് തരാം. എന്താ മോനെ? അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം ലഡ്ഡുവിൽ ഒതുക്കൂ, ബാക്കി നമുക്ക് പിന്നെ നോക്കാലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതിന് ലഡ്ഡു ഒക്കെ തരേണ്ട ആവശ്യമുണ്ടോന്നാണ്. 10 പാസ്സാവാന്ന് പറഞ്ഞാൽ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ. എടാ കുട്ടാ, നീ 10 പാസ്സാവണ വരെ 10ാം ക്ലാസ് ആണ് നിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയും. 10 പാസ്സായി കഴിഞ്ഞാലോ പിന്നെ +2 ആണ് നിന്റെ ടേണിംഗ് പോയിന്റ്. +2 പാസ്സായി കഴിഞ്ഞാൽ ഇല്ല, പിന്നെ പുതിയ ടേണിംഗ് പോയിന്റ് വരും. അതാണ് ഡിഗ്രി പാസ്സായി കഴിഞ്ഞാലോ പിന്നെ അവർ പറയും ജോലി കിട്ടുന്നതാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, ഇതുവരെയുള്ളതൊന്നും അല്ലാതെ. എന്നാൽ ജോലി കിട്ടി കഴിഞ്ഞാലോ ഇല്ല, പിന്നെ നിനക്കൊരു കല്യാണം കഴിക്കുന്നതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാലോ അപ്പോഴും നിന്റെ ടേണിംഗ് പോയിന്റ് തീർന്നിട്ടില്ല. പിന്നെ അവർ പറയും നിനക്കൊരു കുട്ടി ഉണ്ടാവണതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന്. ഇനി കുട്ടി ഉണ്ടായി കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അവർ പറയും കുട്ടീനെ 10ാം ക്ലാസ് പാസ്സാക്കണതാണ് നിന്റെ ടേണിംഗ് പോയിന്റ് എന്ന്. അങ്ങനെ ഈ ടേണിംഗ് പോയിന്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതൊരു ലൂപ്പാണ്. അപ്പോൾ അങ്കിൾ ഈ ലൂപ്പിലൊന്നും പെട്ടില്ലേ? ഇല്ല. അതെങ്ങനെ? ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ആയ 10ാം ക്ലാസ് തന്നെ ഞാൻ പാസ്സായില്ല. അതുകൊണ്ട് എന്താ, +2 പഠിക്കേണ്ടോന്നില്ല, ഡിഗ്രി എടുക്കേണ്ടോന്നില്ല, ജോലിക്ക് പോകേണ്ടോന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പെണ്ണും കിട്ടിയില്ല. ഇത്ര വലിയ വീടും സെറ്റപ്പൊക്കെ അപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യത്തിനുള്ളതൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഉടമസ്ഥന് കിട്ടേണ്ട ഈ ലഡ്ഡു ഇപ്പോൾ ഇവിടെ കക്കാൻ കയറി എനിക്ക് കിട്ടിയില്ലേ? അതുപോലൊക്കെ തന്നെ. ഓ,